രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. F belongs to R of alpha. R of alpha എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റീമാൻ സ്റ്റീൽജസ് ഇന്റഗ്രബിൾ ഫംഗ്ഷൻ എന്നാണ് അർത്ഥം. R of alpha എന്ന് പറഞ്ഞാൽ റീമാൻ സ്റ്റീൽജസ് ഇന്റഗ്രബിൾ ഫംഗ്ഷൻ. ഓക്കെ, F റീമാൻ സ്റ്റീൽജസ് ഇന്റഗ്രബിൾ ആണ് on AB, and if integral A to B f d alpha equal to 0 for every f which is monotonic on 0, 1, AB, then alpha can be an arbitrary function on AB, alpha must be a constant function on AB, alpha must be a positive function on AB, alpha must be a zero function on AB. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിക്കുന്നത്. ഇത് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, റീമാൻ സ്റ്റീൽജസ് ഇന്റഗ്രൽ. അത് ഉപയോഗിച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക, കാരണം സെറ്റ് എക്സാമിന് സ്ഥിരമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ആ ഫോമിൽ എഴുതേണ്ടത്. ഇന്റഗ്രൽ A to B f of x d alpha of x. ഈ ആൽഫ എക്സ് എന്ന് പറഞ്ഞത് ഈ റീമാൻ സ്റ്റീൽജസ് ഇന്റഗ്രലിന്റെ കൂടെ വരുന്ന ഒരു മോണോട്ടോണിക് ഫംഗ്ഷൻ ആണ് കേട്ടോ, ആൽഫ എന്ന് പറയുന്നത്. ഡി ആൽഫ എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതേണ്ടത്? ഇന്റഗ്രൽ A to B f of x into alpha dash of x into dx. അതായത് ആൽഫ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യും? ഡിഫറൻഷിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് ഇവിടെ എഴുതും, ആൽഫ ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എന്താ? ഇന്റഗ്രൽ A to B f of x d alpha of x എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് മീൻസ് ഇന്റഗ്രൽ A to B f of x ഇൻറ്റു ആൽഫ ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 0 എന്നാണ് തന്നിട്ടുള്ളത്, അല്ലേ? ഇത് 0 ആവണം എന്നുണ്ടെങ്കിൽ, ഈ വാല്യൂ 0 ആവണം എന്നുണ്ടെങ്കിൽ എന്ത് 0 ആയിരിക്കണം? ആൽഫ ഡാഷ് ഓഫ് എക്സ് 0 ആയിരിക്കണം. ഈ ഒരു ഫംഗ്ഷൻ 0 ആവണം എന്നുണ്ടെങ്കിൽ ആൽഫ ഡാഷ് ഓഫ് എക്സ് 0 ആയിരിക്കണം. ആൽഫ ഡാഷ് ഓഫ് എക്സ് 0 എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? ആൽഫ ഓഫ് എക്സ് ഇസ് എ കോൺസ്റ്റന്റ്. ആൽഫ ഓഫ് എക്സ് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചോളൂ. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ഥിരമായിട്ടും 1-2 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ, അത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരേ കാറ്റഗറിയിൽ വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് പല പല എക്സാമുകളിലും സെറ്റിന്റെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അത് ഇവാലുവേറ്റ് ചെയ്യാൻ ഈ ആൽഫ കാണുമ്പോൾ നമുക്ക് ഒരു സംശയം ഉണ്ടാവും. ഇത് എഫ് ഓഫ് എക്സിന് ഡി എക്സ് അല്ലേ സാധാരണ വരുന്നത്, ഡി ആൽഫ. അപ്പൊ ഒരു സംശയം നമുക്ക് ഉണ്ടാവും, ആൽഫ അവിടെ തന്നിട്ടുണ്ടാവും ഫംഗ്ഷൻ ഏതാന്നുള്ളത്, അതെങ്ങനെ ചെയ്യും എന്നുള്ളത് കൺഫ്യൂഷൻ ആണ് എല്ലാവർക്കും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സെറ്റ് മാത്തമാറ്റിക്സിന്റെ ഓൺലൈൻ ക്രാഷ് കോഴ്സ് മാത്ത് വി ലേണിംഗ് ആപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 999 രൂപയാണ് ഫീസ് വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു കോഴ്സിൽ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതിന്റെ റെക്കോർഡഡ് സെഷൻസും പിന്നെ PDF നോട്ട്സും ഓൺലൈൻ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അടങ്ങിയിട്ടുള്ള ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. 999 രൂപയാണ് ഫീസ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം. Let f of x equal to x square and alpha of x equal to x plus 1. Then integral 0 to 1 f d alpha is. എങ്ങനെ എഴുതണ്ടേ? Integral 0 to 1 f d alpha is equal to integral 0 to 1 f of x into d alpha of x എങ്ങനെ എഴുതും? നമ്മൾ alpha dash of x into dx എന്ന് എഴുതും, അല്ലേ? alpha dash of x into dx എന്ന് എഴുതും. നോക്കി നോക്കിയേ, f of x നമ്മുടെ x സ്ക്വയർ ആണ്. f of x is integral 0 to 1 x square. ആൽഫ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x plus 1 ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 1 ആണ് വരിക ഇൻറ്റു ഡി എക്സ്. അപ്പൊ എക്സ് സ്ക്വയറിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി x³ by 3 ഫ്രം 0 to 1 എന്ത് വരും? 1/3 എന്ന് വരും ആൻസർ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ആൻസർ ഇസ് 1/3. ക്ലിയർ ആണോ? ഈ ഇന്റഗ്രൽ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, 3. നാലാമത്തെ ചോദ്യം നോക്കൂ.
the value of the integral 0 to 2 x minus box x dx square, where box x denote the greatest integer less than or equal to x. Step function ആണ് integer greatest integer function box x. അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക? നോക്കി നോക്കുക. ഇന്റഗ്രൽ 0 to 2 x minus box x into dx square, that is equal to എങ്ങനെ എഴുതും നമ്മൾ? ഇന്റഗ്രൽ 0 to 2 x minus box x into എന്താ dx square എന്ന് പറഞ്ഞാൽ x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x into dx. ഇവിടെ ആൽഫയാണ് x സ്ക്വയർ കേട്ടോ. ആൽഫ ഓഫ് x ആണ് എന്ത്? x സ്ക്വയർ. ഓക്കെ, ആൽഫ ഓഫ് x ആണ് x സ്ക്വയർ. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് 2x എന്ന് കിട്ടും. ഇത് എളുപ്പമാണ് കണ്ടുപിടിക്കാൻ, ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഈ ബോക്സ് എക്സിന്റെ പ്രത്യേകത എന്താ ബോക്സ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ? എത്ര പേർക്ക് അറിയാം? ബോക്സ് എക്സിന് പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. ബോക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ആണ്. അത് സ്റ്റെപ്പ് ഫംഗ്ഷൻ നമ്മൾ പറയും അല്ലെ? സ്റ്റെപ്പ് ഫംഗ്ഷൻ, അതായത് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. എക്സോ എക്സിന് താഴെ വരുന്ന ഇന്റിജർ. അപ്പോൾ ഇവിടെ ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ല, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. 0 to 2 നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം? നമ്മൾ 0 to 1 സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ 0 to 1 എന്താണ് ബോക്സ് എക്സിന്റെ വാല്യൂ? 0 മുതൽ 1 വരെ ബോക്സ് എക്സിന്റെ വാല്യൂ എന്താ? ഓർമ്മയുണ്ടോ? ബോക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ഫംഗ്ഷനാണോ? സ്റ്റെപ്പ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? 0 മുതൽ 1 വരെ 0, ഇവിടെ ടച്ച് ചെയ്യില്ല. 1 ആകുമ്പോൾ ഇങ്ങനെ വരും, ഇവിടെ ടച്ച് ചെയ്യില്ല, ഇങ്ങനെ പോകും. ഇങ്ങനത്തെ ഫംഗ്ഷൻ ഇല്ലേ, ഇതിനെ നമ്മൾ ബോക്സ് എക്സ് എന്ന് പറയാം അല്ലേ? ഇവിടെ ടച്ച് ചെയ്യില്ല, ഇങ്ങനെ വരും, ഇവിടെ ടച്ച് ചെയ്യില്ല, ഇങ്ങനെ പോകും. ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇത് 0 എന്ന് വരും അല്ലേ? 0 to 1 ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അതുപോലെ തന്നെ 1 to 2 ബോക്സ് എക്സിന്റെ വാല്യൂ എന്താ? 1 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇത് ഇന്റഗ്രൽ 0 to 1 x minus 0 into 2x dx plus integral 0 to 1 അല്ല 1 to 2 x minus, ഇവിടെ ബോക്സ് എക്സിന്റെ സ്ഥലത്ത് 1 ആണ്, 2x dx അല്ലേ? എന്ത് കിട്ടും നോക്കൂ. ഈ 2x മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2x സ്ക്വയർ 0 to 1 dx plus integral 1 to 2 2x സ്ക്വയർ മൈനസ് 2x dx. ഇന്റഗ്രേറ്റ് ചെയ്യണം നമ്മൾ. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വാല്യൂ എടുക്കണം. ഇന്റഗ്രേറ്റ് ചെയ്തോളൂ. 2x സ്ക്വയർ ഇന്റഗ്രൽ എന്താ വരും? 2x ക്യൂബ് ബൈ 3 ഫ്രം 0 to 1. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2x ക്യൂബ് ബൈ 3 മൈനസ് 2x സ്ക്വയർ ബൈ 2 ഫ്രം 1 to 2. ഓക്കെ, ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് 1 കൊടുത്താൽ മതി. 2/3, ലോവർ ലിമിറ്റ് 0 പോവും. പിന്നെ ഇവിടെ അപ്പർ ലിമിറ്റ് 2 ആണ് കൊടുക്കേണ്ടത്. 2 into 2 cube by 3 minus 2 into 2 square by 2 അപ്പർ കൊടുത്തു. ലോവർ 1 ആണ് കൊടുക്കേണ്ടത്. 2/3 minus 2/2 എത്ര വരും നോക്കിയേ? 2/3 പ്ലസ് എന്ന് വരും 16/3. 8 into 2 16/3 മൈനസ് ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ അവിടെ 4 എന്ന് വരും. മൈനസ് 2/3 മൈനസ് മൈനസ് പ്ലസ് 1 എന്ന് വരും അല്ലേ? ഇങ്ങനെ ഉണ്ടാവാം. ഈ ബ്രാക്കറ്റൊക്കെ ഞാൻ വന്നു മാറ്റി. ഇപ്പം എന്താ കിട്ടുക നോക്കി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/3 പ്ലസും മൈനസും ക്യാൻസൽ ചെയ്ത് കളയാൻ നമുക്കിവിടെ 16/3 മൈനസ് 3 എന്ന് വരും. അതായത് 16 മൈനസ് 9/3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7/3. ആണോ? 7/3 ആണോ ആൻസർ വരിക? യെസ്, 7/3 എന്ന് പറഞ്ഞൊരു ആൻസർ ഉണ്ട് അല്ലേ? ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ സി 7/3.
ഓക്കെ, ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ?